ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന വ്യക്തി, അതായത് പ്രശ്നം ഉണ്ടാക്കുന്ന, അത് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതാരാണ്? ഇനി ഏറ്റവും വലിയ സേഫ് ഗെയിമർ ആരാണ്? ഏറ്റവും നല്ല ഗെയിമർ ആരാണ്? പ്രേക്ഷകരുടെ കണ്ണിലൂടെ ഈ കണ്ടസ്റ്റൻസ് കണ്ടിട്ട് പറയണം ആരാണ് ഇവരൊക്കെ എന്നുള്ളത്. 3 കാര്യങ്ങളാണ് പറയേണ്ടത്. ഇത് അവരുടെ മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെന്ന് ആരെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. ആരുടെ ട്രാപ്പിലാണ് ഇപ്പോൾ അവർ വീണ് കിടക്കുന്നത്? ആരാണ് അത്? ഞാൻ ഇപ്പൊ തന്നെ പറയാം, അനീഷ് അല്ലേ. ബാക്കിയുള്ള ഏറ്റവും വലിയ സേഫ് ഗെയിമർ ആരാണ്? അവരുടെ കണ്ണിൽ ഏറ്റവും നല്ല ഗെയിമർ ആരാണ് എന്നുള്ളത് അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുവോ? നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നുള്ളത്? അതായത് അവർ പറയുന്നത് പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം അല്ലേ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പഴുത്തിലെയും പച്ചിലയുമാണ്. ഇവരുടെ തന്നെ കാഴ്ചപ്പാടാണ് ചോദിക്കുന്നത്. അതായത് ഓഡിയൻസ് എന്തായിരിക്കും നമ്മളെ ഈ ഗെയിം കണ്ടിട്ട് ചിന്തിക്കുക. അതിനകത്ത് 3 കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന വ്യക്തി, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓഡിയൻസിന്റെ ശ്രദ്ധ ചെരിക്കുന്നത്, പിന്നെ സേഫ് ഗെയിമർ, പിന്നെ ഏറ്റവും നല്ല ഗെയിമർ. അതിനകത്ത് അനീഷിനെ കുറിച്ചിട്ടാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായിട്ട് പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും. അപ്പോൾ അത് ഞാൻ ഓൾ ഇൻ ഓൾ പറയുകയാണ്. അതിനകത്ത് അനുമോള് മാത്രം ഒരു ഡിഫറൻ്റ് ആയിട്ട് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ അനീഷേട്ടൻ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പക്ഷേ നല്ലൊരു ഗെയിമറും കൂടിയാണ് അദ്ദേഹം. അല്ലാതെ പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കത്തില്ല, നല്ലൊരു ഗെയിമറും കൂടിയാണെന്ന് അനുമോള് മാത്രമാണ് ഇവിടെ ഈ അനീഷിനെ കുറിച്ച് വേറിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഏറ്റവും നല്ല സേഫ് ഗെയിമർ, നല്ല സേഫ് ഗെയിമിങ് കളിക്കുന്ന ആരാണെന്നുള്ളത്. അതിനകത്ത് ഷാനവാസ് പറഞ്ഞേക്കുന്നത് ബിന്നീനെയാണ് കേട്ടോ. സേഫായിട്ട് നിൽക്കുകയാണ്, കളിക്കുന്നതൊക്കെ പക്ഷേ സേഫാണ്. ശരത്ത് പറഞ്ഞേക്കുന്നത്, അതായത് അപ്പാനി പറഞ്ഞേക്കുന്നത് ശാരികേനെയാണ്, അതായത് സേഫ് ഗെയിമറാണ്. പിന്നെ അനീഷ് പറഞ്ഞേക്കുന്നത് ശൈത്യേനെയാണ് പറഞ്ഞേക്കുന്നത്. ശാരിക പറയുന്നത് അനുമോളെയാണ് മിക്ക ആൾക്കാരും സേഫ് ഗെയിമറായിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് സമയത്ത് പ്രതികരിക്കത്തില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ബിൻസി പറഞ്ഞേക്കുന്നതും അനുമോളെ തന്നെയാണ്. പിന്നെ ബിൻസിക്ക് വിഷമമൊന്നുമില്ല, പുള്ളിക്കാരി കെട്ടിപ്പിടിച്ചു. അപ്പോൾ അനുമോള് പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ സേഫ് ഗെയിമർ എന്ന് വിളിച്ചതിൽ, കാര്യം നമ്മളൊക്കെ ഇവിടെ വന്നേക്കുന്നത് ഗെയിം കളിക്കാനാണ്. സോ ഒരുപാട് പേര് എൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതേപോലെ അഭി ഇവിടെ സേഫ് ഗെയിമറായിട്ട് പറഞ്ഞേക്കുന്നത് ശരത്തിനെ അക്ബറിനെയാണ്. കാര്യം ഗ്രൂപ്പിസത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അപ്പോൾ അത് സേഫ് പ്ലേ തന്നെയാണെന്നാണ് പറഞ്ഞേക്കണത്. അക്ബർ, നമ്മുടെ ഷാനവാസ് പറഞ്ഞ പോലെ അക്ബർ പറഞ്ഞേക്കണ സേഫ് ഗെയിമർ നിവീനാണ്. അതായത് ഈ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കാണിച്ച് ഒരു സൈഡിൽ കൂടി അങ്ങ് സേഫ് അടിച്ച് പോവാം എന്നുള്ളത്. നിവീൻ പറയണത് അനുമോളെയാണ്. അനുമോള് നല്ല കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ കളിക്കില്ല. ആദിലയും നൂറയും കൂടെ സേഫ് ഗെയിമറായിട്ട് പറയുന്നത് നിവീനെ തന്നെയാണ്. റെന വന്ന് പറയുന്നത് അനുമോളെയാണ്. ബിന്നിയും അനുമോളെ തന്നെയാണ് പറയുന്നത്. ക്യൂട്ട്നെസ് കാണിച്ചിട്ട് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. ആര്യൻ പറയുന്നതും അനുമോളെയാണ്. അതേപോലെ തന്നെ അനുമോള് പറയുന്നത് ആരെയാണ് സേഫ് ഗെയിമായിട്ട് പറയുന്നത്? നിവീനെയാണ്. കാര്യം നിവീനാണ് എന്നെക്കാട്ടി ഇവിടെ ക്യൂട്ട്നെസ് വാരി വെതറിക്കൊണ്ട് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ശൈത്യ പറയുന്നത് സേഫ് ഗെയിമറായിട്ട് നിവീനെയാണ്. രേണു വന്ന് പറയണത് നിവീനെയാണ്. രേണു അത് ഗെയിം മനസ്സിലാക്കാതെ പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ജിസേൽ വന്ന് പറഞ്ഞതും അനുമോളെയാണ്. ഇതൊരു ഹോസ്റ്റലായിട്ടാണ് അനുമോൾ കരുതുന്നത്, ഇതൊരു പിക്നിക്ക് വന്ന പോലെയാണ് അനുമോൾ കരുതുന്നതെന്നൊക്കെ. ഇവിടെ സത്യം പറഞ്ഞാൽ അനുമോളും ജിസേലും തമ്മിൽ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കേട്ടോ, സത്യം പെൺകുട്ടികളിൽ. സരിക പറയുന്നത് അനുമോളെ തന്നെയാണ്. ഒനിയിലും അനുമോളെ തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും നല്ല ഗെയിമർ ആരാണ് എന്നുള്ളത്. പലർക്കും പല അഭിപ്രായമാണ്, എന്നാലും മിക്കവരും നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം അല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ട് കുറേ പേർക്ക്. അപ്പോൾ അക്ബറിനെയാണ് നന്നായി കളിക്കുന്ന ആളായിട്ട് ഷാനവാസ് പറയുന്നത്. അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവൻ പല കാര്യങ്ങളും എൻ്റെ തെറ്റുകളും എല്ലാം ചൂണ്ടിക്കാട്ടി എന്നെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ. ശരത്ത് പറയുന്നത് അക്ബറിനെ തന്നെയാണ് പറയുന്നത്. ഇനി അനീഷ് പറയുന്നത് ജിസേലിനെയാണ്. ഒരുപാട് പേര് ഇവിടെ ജിസേലിനെ പറയുന്നുണ്ട്, അതും കൂടുതലും ആൺകുട്ടികളാണ് പറയുന്നത്. അനീഷ്, അതേപോലെ തന്നെ ഒനീൽ പിന്നെ പറയുമല്ലോ ജിസേലിനെ. കാര്യം ജിസേൽ നല്ലൊരു പ്ലെയറാണ്. പക്ഷേ ഇവിടെ ജിസേലിൻ്റെ പ്രശ്നം, ജിസേൽ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ജിസേലിൻ്റെ ഒരു പ്രോബ്ലം, വേറെ ഒരു കുഴപ്പമില്ല. പക്കാ BB മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ജിസേൽ ആണ് ഇവിടെ ബെസ്റ്റ് പ്ലെയർ എന്ന് അനീഷ് പറയുന്നു. ശാരികയെ ഇവിടെ ബിന്നീനെയാണ് നല്ല പ്ലെയറായിട്ട് പറയുന്നത്. ബിൻസി ഇവിടെ ശരത്തിനെയാണ് പറയുന്നത്. അഭി ഇവിടെ ജിസേലിനെയാണ് നല്ല ഗെയിമറായിട്ട് പറയുന്നത്. അക്ബർ ശരത്തിനെ പറയുന്നു. നിവീൻ പറയുന്നത് ജിസേലിനെ തന്നെയാണ് പറയുന്നത്. ആദില ശരത്തിനെയാണ് പറയുന്നത് നല്ല ഗെയിമറായിട്ട്. റെന അക്ബറിനെയാണ് പറയുന്നത്. ബിന്നി ഇവിടെ ശരത്തിനെയാണ് പറയുന്നത്. പക്ഷെ ഗ്രൂപ്പിസം ഉണ്ട്, എന്നാലും നല്ല ഗെയിമറാണ്. ആര്യൻ വന്ന് പറയുന്നതും ജിസേലിനെയാണ്.
മിക്ക ആണുങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ജിസേലിനെയാണ് പറയുന്നത്. അഭി, ആര്യൻ, ഒനീൽ, അല്ല മനസ്സിലായില്ലേ, അനീഷ്. അനുമോൾ ഇവിടെ വന്ന് പറയുന്നത് അനീഷിനെയാണ് ബെസ്റ്റ് ഗെയിമറായിട്ട്. ശൈത്യ പറയുന്നതും അഭീനെയാണ് നല്ല ഗെയിമറായിട്ട്. ആ ഒരു ഇതിൽ പുള്ളിക്കാരൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. രേണു ഇവിടെ പറയുന്നത് ആദിലേനെയും നൂറയാണ്. അത് പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കൊരു ഗെയിമിൻ്റെ ആസ്പെക്റ്റ് ആയിട്ട് രേണു പേഴ്സണലായിട്ട് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കേൾക്കും എന്ന് പറയുന്നു. അത് പേഴ്സണൽ ഒപ്പീനിയനാണ്. ജിസേൽ ഇവിടെ പറയുന്നത് അക്ബറിനെയും ആര്യനെയുമാണ്. കാര്യം ജിസേൽ ഇവിടെ പറയുന്നത് ടാസ്ക് നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഗെയിമേഴ്സ് ആയി കഴിഞ്ഞു എന്നാണ്. ടാസ്ക് മാത്രമല്ല വേണ്ടത്, എനിക്ക് ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ജിസേൽ ഇവിടെ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി സരിക ഇവിടെ സരികയ്ക്ക് ഗെയിം മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. സരികയുടെ അഭിപ്രായത്തിൽ അനീഷ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വന്ന അന്ന് തൊട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വന്ന അന്ന് തൊട്ട് അയാൾ ഗെയിം കളിച്ചു തുടങ്ങി എന്നാണ് അർത്ഥം. പക്ഷെ സരിക അതിനെ മനസ്സിലാക്കാതെ പറയുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അഭിയും നിവീനെയുമാണ് ഏറ്റവും നല്ല ഗെയിമേഴ്സ് ആയിട്ട് സരിക പറയുന്നത്. സരികയുടെ വിചാരം ഗെയിമർ എന്ന് പറഞ്ഞാൽ ടാസ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. നന്നായിട്ട് ടാസ്ക് അവർ കളിച്ചു, അതുകൊണ്ട് അവർ മികച്ച ഗെയിമേഴ്സ്. അതല്ല, ടാസ്ക് കളിക്കുന്നതല്ല മികച്ച ഗെയിമിങ് കേട്ടോ. അപ്പം സരിക ഇവിടെ പറയുന്നത് ടാസ്ക് നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ മികച്ച ഗെയിമേഴ്സ് ആണെന്ന്. ഒനീൽ ഇവിടെ ആരെ പറയും? വേറെ ആരെ പറയാൻ? ജിസേലിനെ പറയുള്ളൂ. ഒനീൽ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജിസേൽ. അപ്പോൾ ഇത്രയും പേര്, കുറേ പേര് ജിസേലിനെ പറയുന്നുണ്ട്, കുറേ പേര് ശരത്തിനെ പറയുന്നുണ്ട്, കുറച്ച് പേര് അക്ബറിനെ പറയുന്നുണ്ട്, ഒരാൾ അനീഷിനെയും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി ഇപ്പം ഷാനവാസൊക്കെ ഇനി ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് അനീഷ് ഓൻ എൻ്റെ നല്ലതിന് വേണ്ടിയേ പറയുള്ളൂ, അവൻ എന്നെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടും എന്നെ നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത് പറഞ്ഞത് എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. എന്തായാലും അവൻ എന്നെ ഇഷ്ടമാണ്, ഞാൻ അവൻ്റെ വീട്ടിൽ പോവും എന്നൊക്കെ. അപ്പം അനീഷ്, ഞാൻ മൗനമായി ഇരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെയൊക്കെ ശരിക്കുമുള്ള സ്വഭാവം കൃത്യമായി ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അതില ശരിക്കുമുള്ള മുഖം കിട്ടുന്നതിൽ അനീഷെ നമുക്ക് മേക്കപ്പ് കിട്ടാത്തതുണ്ടോ? ആ മേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അങ്ങനെ അപ്പം അനുമോൾ ഇവിടെ ശൈത്യോട് പറയുന്നുണ്ട്, അനീഷേട്ടൻ നീ വിചാരിക്കും പോലെ അല്ല, അനീഷേട്ടൻ കളിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ വീട് ഉണർത്തുന്നത് അനീഷേട്ടനാണ്. ഓരോരുത്തരത്തും ഓരോ കാര്യങ്ങൾ പോയി ചെന്ന് പറഞ്ഞ് ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി അവരെ ഉണർത്തുന്നത് അനീഷേട്ടനാണ്. അപ്പോൾ ശൈത്യടി പക്ഷേ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഗെയിം കളിക്കുന്നത് പുള്ളിക്കാരനാണ് എന്ന് അനുമോള് ശൈത്യനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കണ്ടറിഞ്ഞ് കാണാം. ഭയങ്കര ഒരു എക്സ് ഫാക്ടർ കുറവ് പോലെ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ സീസണിന്? എന്തോന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് അങ്ങ് സൈലൻ്റ് ആയതുപോലെ. എന്തൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 7 വരുത്തണം? നിങ്ങൾ തന്നെ പറയൂ കേട്ടോ. ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. ഓക്കെ, എന്താ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.